എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് നോക്കാം? തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കിയാലോ? കാരണം മനസ്സിൽ ബ്ലാങ്കായിട്ടാണ് ഞാൻ വന്നിരുന്നത്. എന്താണ് എന്ന വീഡിയോ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്കിന്ന് നോക്കാം തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ഇപ്പോൾ കറണ്ട് എനർജി സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഓരോന്നിൻ്റെയും നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോയെന്നും കൂടെ നമുക്ക് നോക്കി അങ്ങനെ തന്നെ അങ്ങ് പോവാം കേട്ടോ. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ഇത് അധികം മനസ്സിലേക്ക് എടുത്ത് ഓവർ ടെൻസ്ഡായി വല്ലാതെ വിഷമിച്ച് അങ്ങനെ ഒന്നും ആവരുത്. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എത്ര പേര് കാണുന്നുണ്ടോ അതിൽ കുറച്ച് പേരുടെ എനർജി ആയിരിക്കും ഇത് പിക്ക് ചെയ്യുന്നത് അല്ല, ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് നിൽക്കുന്ന എനർജി ആയിരിക്കും അത് പിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പറയുന്നതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, അബ്സല്യൂട്ട്ലി ആണ് എന്ന് വിചാരിച്ച് ടെൻഷൻ ആവരുത് കേട്ടോ. ഇനി വീണ്ടും വീണ്ടും പറയുകയാണത് തേർഡ് പാർട്ടിയുടെ റിലേറ്റഡ് റീഡിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് അടിവരയിട്ട് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ അവരുടെ പാർട്ട്ണറുടെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെയും അവരുടെ പാർട്ട്ണറുടെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെയും ഇടയിലുള്ള ആ ഒരു കറണ്ട് എനർജി എന്താണ്? ഷഫ്ലിംഗ് മുഴുവൻ ആവാത്ത കൊണ്ടാണ് ഞാനത് തിരിച്ചു വെച്ചത് കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെ തേർഡ് പാർട്ടിയും ഇടയിലുള്ള കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് കാണിച്ചത്. തേർഡ് പാർട്ടിയുടെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെയും ഇടയിലുള്ള കറണ്ട് എനർജി എന്താണ് എന്ന് കാണിച്ചത്. അജിറ്റേറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നവിടെ, അല്ലാതെ അജിറ്റേറ്റഡ് ആണ്. നിങ്ങൾ കാർഡ്സ് ഇങ്ങനെ ചാടി ചാടി പോകുന്നത് എടുക്കുകയാണ് കേട്ടോ. Two of Pentacles. Okay, good. Hanged Man. Two of Wands. Strength. Ten of Cups. Three of Cups. Queen of Swords. Seven of Wands. Five of Wands. Okay. Queen of Pentacles, High Priestess, Six of Wands, and bottom of the deck vanna Eight of Swords കേട്ടോ. ഓക്കെ, ഓവറോൾ അത്ര നല്ല രീതിയിലല്ല നിങ്ങളുടെ പേഴ്സൻ്റെയും ഓവറോൾ നല്ല രീതിയിലല്ല നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഇടയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രഥമ ദൃഷ്ട്യ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ടു ഓഫ് പെൻഡക്കിൾസ് വെച്ച് രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സാന്നിധ്യം അവിടെ കാണുന്നു. ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അവരുടെ തേർഡ് പാർട്ടിയുടെ കൂടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ടു ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ ടു ഓഫ് പെൻഡക്കിൾസ്. ആക്ച്വലി കാർഡ്സൊക്കെ ക്ലിയർ ആണ്, ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല കേട്ടോ. എന്നിരുന്നാലും ഒന്ന് നോക്കിയേക്കാം, ക്ലാരിഫൈ ചെയ്ത് തന്നെ. അപ്പോൾ രണ്ട് കാർഡ് മതി തോന്നുന്നു. ടു ഓഫ് വാൻസ് ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ്. ടു ഓഫ് വാൻസ് വീണ്ടും അത് തന്നെയാണ്, ആ ഒരു നിങ്ങളുടെ പ്രസൻസ് അവിടെ രണ്ട് സിറ്റുവേഷനിൽ ജഗ്ലിംഗ് കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ ടുവേർഡ്സ് വരണമെന്നാണ് അവരുടെ ആഗ്രഹം, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നിന്നും, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്ത് പോയാൽ മതി, നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷനും കൂടെ, ചിന്ത മാത്രമാണോ ആക്ഷൻ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ ആക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ ഡിവൈൻ? ചിന്തയിൽ മാത്രമാണോ അതോ
അവർ ആക്ഷൻ എടുക്കുമോ? കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമോ അതോ ആക്ഷൻ എടുക്കുമോ എന്ന് കാണിച്ചു തരും പ്ലീസ്. അവിടെ ആലോചനയാണ് കേട്ടോ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. സ്ലോ ആയിട്ട് മാത്രമേ ആക്ഷൻ വരുള്ളൂ. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം, സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും കുറച്ച് സ്ലോ ആയിട്ട് മാത്രമേ ആക്ഷൻ എടുക്കുള്ളൂ എന്നാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ ഹാൻഡ് മാൻ. ക്ലാരിഫൈ ഹാൻഡ് മാൻ. അവർ ആ സിറ്റുവേഷനിൽ ടോട്ടലി സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ക്ലാരിഫൈ ഹാൻഡ് മാൻ. അവിടെ നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങളുടെ പേഴ്സണൽ. കാരണം ഡെവിളും 9 ഓഫ് വാൻസുമാണ് വന്നത്. നെഗറ്റീവ് തോട്ട്സിൽ ടോട്ടലി സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് നെഗറ്റിവിറ്റിയാണ് അവർക്ക് ഫീൽ ചെയ്യാറുള്ളത്. അവരവിടെ ഹാപ്പി അല്ല ചുരുക്കി പറഞ്ഞാൽ. പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട സാഹചര്യവുമാണ്. എടുത്ത് എറിഞ്ഞിട്ട് പോരാൻ പറ്റുന്നില്ല. പല സാഹചര്യങ്ങൾ പോലും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ അവരാ ഇരിക്കുന്ന അവിടെ ഒട്ടും ഹാപ്പി അല്ല. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരൊട്ടും ഹാപ്പി അല്ലാതെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ മനസ്സിൽ, ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്ത. പക്ഷേ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു കേട്ടോ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. അവിടെ ആ തേർഡ് പാർട്ടിയുടെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ. ഉടനെ ആക്ഷൻ വരുന്നില്ല. അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക തന്നെയാണ്. അവരെക്കുറിച്ച് പേടിയാണ്. ഈ തേർഡ് പാർട്ടീനെ, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പേടിയാണ് എന്നുള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ 2 ഓഫ് വാൻസ്. അവിടെ നിങ്ങളുടെ സാന്നിധ്യം വീണ്ടും കാണുന്നു. ലോങ് ഡിസ്റ്റൻസുമാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തേർഡ് പാർട്ടിയും. ഓക്കെ, ഓരോരോ സ്ഥലത്തായിരിക്കില്ലായിരിക്കും ഉണ്ടാവുക. ക്ലാരിഫൈ 2 ഓഫ് വാൻസ്. ക്ലാരിഫൈ 2 ഓഫ് വാൻസ്. 3 ഓഫ് വാൻസ് ആൻഡ് 10 ഓഫ് സ്വാർഡ്സ്. ലോങ് ഡിസ്റ്റൻസ് ആണ്. അവിടെ ഇരുന്നുകൊണ്ട് രണ്ടുപേരും ആ റിലേഷനിൽ ഹാപ്പി അല്ല. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തേർഡ് പാർട്ടിയും തന്നെ ഈ റിലേഷനിൽ ഹാപ്പി അല്ല. പക്ഷെ പല പല കൺസിഡറേഷൻസ് മൂലം അവർ അവിടെ ആ റിലേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ തേർഡ് പേഴ്സൺ ചിലപ്പോൾ ഫൈനാൻഷ്യലിയൊക്കെ ഇവരെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സണെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അവർ സമ്പാദിച്ചു കൊടുത്തിട്ടൊക്കെ വേണം. കുട്ടികളുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു. അവർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ റിലേഷൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. രണ്ടുപേർക്കും വേദനയാണ്, പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ള രീതിയിൽ അവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പ്രസൻസ് അവിടെയും കാണുന്നുണ്ട്. കാരണം 3 ഓഫ് വാൻസിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണുന്നു. ആ റിലേഷനിൽ നിങ്ങളുണ്ട് എന്നുള്ളത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കിയില്ല അല്ലേ? ഐ എം സോറി. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഇൻ ദിസ് കേസ്. അവിടെയും ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പുറത്ത് കിടന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒറ്റയടിക്ക് വരാമെന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം റെസ്പോൺസിബിലിറ്റി അവിടെയുണ്ട്. ഇവരെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് കഴിയാത്ത പോലെ ആണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ സ്ട്രെങ്ത്. ക്ലാരിഫൈ സ്ട്രെങ്ത്. ക്ലാരിഫൈ സ്ട്രെങ്ത്. അവിടെയും 3 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ്. നിങ്ങളുടെ സാന്നിധ്യം വീണ്ടും അവിടെ കാണുന്നു. അവരുടെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിങ്ങളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ പുറമേക്ക് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടാവും നിങ്ങൾ രണ്ടുപേരും കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ ആ തേർഡ് പാർട്ടിക്കും നിങ്ങളെ അറിയായിരിക്കും, പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നൊന്നും അറിയണ്ടാവില്ല. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കാതിരിക്കുകയാണ്. കാരണം അവിടെ ആ തേർഡ് പാർട്ടിയുടെ അടുത്ത് കുറച്ച് ക്ഷമയോടെ മാത്രമേ
ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ഫ്രണ്ട് സോൺ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, അവിടെ അവരുടെ തമ്മിലും അങ്ങനെ പറയത്തക്ക ഭയങ്കരമായ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പറയത്തക്ക അതിഭയങ്കര ഇഷ്യൂസ് ഒന്നും ഇല്ല. അവർ വളരെ കോർഡിയലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാധാനപരമായിട്ട് തന്നെയാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസാരിക്കാറുണ്ടായിരിക്കും, ഒരുമിച്ച് പുറത്തേക്ക് പോകാറുണ്ടായിരിക്കും. ഓക്കെ, എന്താ പറയുക, സ്നേഹം കാണിക്കുന്നതിൽ മാത്രം നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പിശുക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ തേർഡ് പാർട്ടി അവിടെ വിചാരിക്കുന്നത് കുറച്ച് ക്ഷമയോടെ പെരുമാറാം, കുറച്ച് സമയം അവർക്ക് കൊടുക്കാം, അതിൽ ശരിയാകും എന്ന് വിചാരിച്ച് ആ തേർഡ് പാർട്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. അങ്ങനെയാണ് ഇവർ ടാക്ട്ഫുള്ളി അവരെ ഡീൽ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. നെക്സ്റ്റ് ആക്ഷൻ, പ്ലീസ് ഗിവ് നെക്സ്റ്റ് ആക്ഷൻ for my viewers. Please give next action for my viewers in this case. Next action, 2 of swords. അവിടെ ആ ജഗ്ലിംഗ് സിറ്റുവേഷൻ തുടരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ, കാരണം അവിടെയും വിടാൻ വയ്യ ഇവിടെയും വിടാൻ വയ്യ എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അവർ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടെയും സമാധാനിപ്പിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്കും അതിൽ പരാതിയില്ല എന്നുള്ള രീതിയാണ് അവിടെ കാണുന്നത്. അവിടെ സമാധാനപരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ തേർഡ് പാർട്ടി അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 10 of cups. Clarify 10 of cups. Clarify 10 of cups. അവിടെ എംപററും സ്റ്റാറുമാണ് വന്നത്. ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി അവിടെ. ഓക്കെ, സ്പൗസ് എന്ന് തന്നെ വെക്കാം. അവർക്ക് ഭയങ്കര എന്താ പറയുക, നല്ല അഭിപ്രായമാണ് അവരുടെ ഫാമിലിയെക്കുറിച്ച്. അവിടെ പറയത്തക്ക യാതൊരു ഇഷ്യൂവും ഇവരുടെ ഇടയിലില്ല കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് 100% അവരുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ ഇവരുടെ സ്പൗസ് അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ, പുരോഗതി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അതൊന്നും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത്, അതുമാത്രമല്ല അവർക്ക് സൊസൈറ്റിയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു പേരുണ്ട്, ഒരു നിലയും വിലയും ഉണ്ട്. അതൊന്നും വിട്ട് കളയാൻ അവർ തയ്യാറല്ല കേട്ടോ. ചിലപ്പോൾ റിലീജിയസ് ഫാക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഫാമിലി കളയാനൊന്നും അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഫാമിലിയുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ ഫാമിലിയോടാണ് അഫിനിറ്റി കൂടുതൽ വരുന്നത്, ഫാമിലിയോട് സ്നേഹം കൂടുതലായിട്ട് കാണുന്നു. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. നിങ്ങൾ ജഗ്ലിങ്ങിൽ തന്നെ നിർത്തും. നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം ഇവർ തരില്ല കേട്ടോ. കാരണം അവിടെ ഫാമിലിയുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് അഫിനിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ 3 of cups. Clarify 3 of cups. Clarify 3 of cups. Clarify 3 of cups. Six of cups and Hierophant. എന്ന് വെച്ചാൽ ഇവരും തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെ ഇടയിൽ കാര്യങ്ങളെല്ലാം വളരെ ശാന്തമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരുമിച്ച് പുറത്ത് പോകാറുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, സൊസൈറ്റി നോംസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഹെറോഫൻറ്റ് എന്ന് പറയുന്ന പേഴ്സൻ്റെ ക്യാരക്ടർ അറിയാമല്ലോ. അവർ സൊസൈറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പ്രോപ്പറായിട്ട് ഒരു കുടുംബം ജീവിതം നയിച്ചു പോകുന്ന ആൾക്കാരാണ്. ഇവർ കുറേ കാലമായിട്ട് മാരീഡുമാണ് കേട്ടോ, ലോങ് ടേം മാരീഡാണ്. കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, ഒരുമിച്ച് സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുടുംബം അങ്ങനെയൊക്കെ ആയിരിക്കണം. അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ അതൊക്കെ കുറച്ച് മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കുറച്ച് മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്ത് തന്നെ ആയാലും ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ പുറമേക്ക് ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും വളരെ കോർഡിയലുമായിട്ടുമാണ് പരസ്പരം ട്രീറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ തീർച്ചയായും ആ മാരേജ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരിക്കലും അത് വിട്ടിട്ട് അല്ലെങ്കിൽ ആ റിലീജിയസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സൊസൈറ്റി നോംസ് വിട്ട് ഇവർ രണ്ടുപേരും തന്നെ യാതൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്.
ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി മാത്രമേ അവർ തരുന്നുള്ളൂ. കാരണം അവർ പുറമേക്ക് അവരുടെ സ്പൗസിൻ്റെ അടുത്ത് വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോഴ്സ്. നിങ്ങൾ ഡിമാൻഡ് ചെയ്യേണ്ടാവും ഒരു തീരുമാനം പറയുമെന്നൊക്കെ. പക്ഷെ അവർ ഈ സൊസൈറ്റിയുടെ കാര്യങ്ങൾ വിട്ടിട്ട് അല്ലെങ്കിൽ അവർ സ്റ്റാറ്റസ് വിട്ടിട്ട് അവർ യാതൊന്നും ചെയ്യില്ല. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോഴ്സ്. Clarify Queen of Swords. Clarify Queen of Swords. Queen of Swords. Five of Pentacles. Temperance. അവിടെ ഇവരുടെ തേർഡ് പാർട്ടി ഉണ്ടല്ലോ, കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കുറച്ച് പേടിയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ. ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഇവരുടെ കൺട്രോളിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ കൺട്രോൾ ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടിയാണ്. ഓക്കെ, എല്ലാ കണക്കുകളും ഇവർക്ക് കൃത്യമായിട്ട്, ഇവരുടെ എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എന്താണ് ഫൈനാൻഷ്യൽ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് ഇവരുടെ സ്പൗസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെ, അല്ലെങ്കിൽ ഇവർ സമ്പാദിക്കുന്ന പൈസ കൂടുതലായും കൈകാര്യം ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെ ബാലൻസിൽ കൊണ്ടുപോയാൽ മാത്രമേ ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ പേടിയുമാണ്. അവരെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് മാറ്റേഴ്സിന് ഇവർ നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഡിപ്പെൻഡൻ്റ് പറഞ്ഞാൽ അവരെയാണ് ഏൽപ്പിക്കുന്നത്. ഈ പൈസ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൺട്രോളും ഉണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മേലെ എന്നാണ് കാണുന്നത്. അപ്പോൾ അവരെ അവിടെ സമാധാനിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ്. എൻ്റെ വ്യൂവേഴ്സിന് നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ ഇവരുടെ ഭാഗത്തുനിന്ന്? എൻ്റെ വ്യൂവേഴ്സിന് നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ? സമയം മാറി വരാൻ വെയിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ഈ സമയം മാറി വരട്ടെ, എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 7 of Wands. ക്ലാരിഫൈ 7 of Wands. അവിടെ ഒരു ബ്ലോക്കേജ് ആണ് കാണുന്നത്. Two of Pentacles and Hanged Man. അവിടെ നിങ്ങളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർക്ക് ഇമോഷണലി യാതൊരു റിലേഷനും ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. നിങ്ങളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യാറുള്ളത്. ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ കൂടുതൽ ഒരു റിലേഷൻ അവരുടെ ഇടയിൽ ഉള്ളതായിട്ട് കാണുന്നില്ല. നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ കാണാനായിട്ടും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് കേട്ടോ, സോറി വെച്ചത് മാറിപ്പോയി. അവിടെ ഒരു ബ്ലോക്കേജാണ്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറവായിരിക്കും. ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ. ഒരു വീട്ടിലൊക്കെ തന്നെ ആയിരിക്കും താമസിക്കുന്നത്, പക്ഷേ ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. റെസ്പോൺസിബിലിറ്റീസൊക്കെ നിങ്ങളുടെ പേഴ്സൺ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ ഒരു ഇമോഷണൽ ബന്ധം അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ല കേട്ടോ. ക്ലാരിഫൈ 5 of Wands. ക്ലാരിഫൈ 5 of Wands. 5 of Wands. അവിടെ ഒരു കൺഫ്യൂഷൻ, വഴക്ക് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സെൽഫ് സെൻറ്റേർഡായിട്ട് സ്വന്തം കാര്യം കുറച്ച് കൂടുതലായിട്ട് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഒരു ഡേ ഡ്രീമിങ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണും അവരും. ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും, ഒന്നെങ്കിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. രണ്ടുപേരും തന്നെ കുറച്ച് സെൽഫ് സെൻറ്റേർഡായിട്ട് സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നതായിട്ടും വഴക്കാണ്. എപ്പോഴും തമ്മിൽ കണ്ടാൽ ഒരു കൺഫ്യൂഷൻ, ഒരു വഴക്ക് കാണുന്നുണ്ട്, ഓവർ തിങ്കിങ് കാണുന്നുണ്ട്. രണ്ടുപേരും ആ റിലേഷനിൽ ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്വന്തം കാര്യം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് കാണുന്നു. സ്വന്തം സുഖസൗകര്യം, അതേപോലെ സ്വന്തം ഹാപ്പിനെസ്, അങ്ങനെ സെൽഫ് കെയർ കുറച്ച് കൂടുതൽ ചെയ്യുന്ന ഒരാൾ.
അതിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് എതിർപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇത്രയും സെൽഫിഷ് ആവുമോ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ വ്യൂവേഴ്സിനുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനുള്ള നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ. ഏസ് ഓഫ് സോർട്സ്, അതായത് അവർക്ക് ഒരു റിയാലിറ്റി ചെക്ക്, നിങ്ങളുടെ റിലേഷനെ പറ്റിയിട്ട് അവർക്ക് കാര്യമായിട്ട് തന്നെ ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഈ റിലേഷനിൽ എങ്ങനെ മുന്നോട്ട് പോകണം, തേർഡ് പാർട്ടിയോടുള്ള റിലേഷനിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായ ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ഒരു വ്യക്തത അവർക്ക് അവരുടെ തീരുമാനത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെന്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെന്റക്കിൾസ്. ഹെർമിറ്റ് ആൻഡ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, അതായത് ഇവർ പേഴ്സൻ്റെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫൈനാൻസസ് വളരെയധികം ഹാൻഡിൽ ചെയ്യുന്നത് ഈ തേർഡ് പേഴ്സൺ ആണ്. പ്രോബബ്ലി ഇവരുടെ പാരൻ്റ് ആയിരിക്കും കേട്ടോ. പേഴ്സൺ ജോലി ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അവിടെ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നത്. അതായത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അവിടെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഫൈനാൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. അവിടെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. കാരണം ജോലി ആയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഈ പാരൻ്റ് പറയുന്നതിനനുസരിച്ച് മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ് നിങ്ങൾക്ക് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്, നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. നെക്സ്റ്റ്, തൽക്കാലം നിങ്ങളെയൊന്ന് ഫ്രണ്ട് സോൺ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം, ജോലി ആയതിനു ശേഷം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു കാണും. കാരണം ഇത് അവരുടെ പാരൻ്റാണ്. പാരൻ്റൽ എതിർപ്പ് വരുന്ന അവിടെ എടുത്തു ചാടി നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ വെയിറ്റ് ചെയ്യാം, ജോലിയൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, ഹൈ പ്രീസ്റ്റസ്. ഏസ് ഓഫ് കപ്സ് ആൻഡ് ദ മൂൺ. ഇവർക്ക് മാനസികമായിട്ട് ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. വല്ലാത്ത സങ്കടം, ഓവർ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. കൂടുതലായിട്ട് സ്പിരിച്വലി കുറച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഒരു സ്ത്രീ സാന്നിധ്യമാണ് കാണുന്നത്. അതായത് ഇതുവരുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ സ്പൗസ് ആയിരിക്കാം. ഓക്കെ, കാരണം ജനറൽ റീഡിങ് ആയതുകൊണ്ട് രണ്ടും ഏത് വേണമെങ്കിലാവാൻ സാധ്യതയുണ്ട്. അവിടെ ഇവരെ പേടിക്കുന്ന എന്താ വെച്ചാൽ, ഇപ്പം അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല. ഇവരറിഞ്ഞാൽ, അതായത് ഇവർക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഈ തേർഡ് പേഴ്സൺ അറിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നത്തിൽ കലാശിക്കും എന്നിവർ പേടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഇൻസെക്യൂരിറ്റിയും ഭയവും ടെൻഷനും എന്താ പറയുക ആങ്സൈറ്റിയും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ തേർഡ് പേഴ്സണെ ഭയക്കുകയാണ്. ഇവർ അറിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ അവരുടെ സമ്മതമില്ലാതെ, ഇപ്പം അമ്മയാണെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ ഇദ്ദേഹം മുന്നോട്ട് പോവില്ല. സ്പൗസ് ആണെങ്കിൽ സ്പൗസ് അറിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള ഭയമാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്, നെക്സ്റ്റ് ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ്. ഏത് കേസ് തന്നെ ആയാലും നിങ്ങളുടെ സ്നേഹം തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ സ്നേഹവുമായി മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ അവർ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി 6 of Wands, ക്ലാരിഫൈ 6 of Wands, ക്ലാരിഫൈ 6 of Wands, ക്ലാരിഫൈ 6 of Wands. Magician and 9 of Cups. അവിടെയും ഈ പറഞ്ഞ പോലെ ഇവർ മാരീഡാണ് കേട്ടോ, രണ്ടുപേരും. ഇത് ഇവരുടെ സ്പൗസ് തന്നെയാണ് അവരുടെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്, നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇടയിൽ യാതൊരു ഇഷ്യൂസും ഉള്ളതായിട്ട് കാണുന്നില്ല. കാരണം 9 of Cupsൻ്റെ എനർജിയാണ്.
അവർ പരസ്പരം മാനിഫെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്രാർത്ഥനകൾ ഒരുമിച്ച് ചെയ്യാറുണ്ട് അവർ. അങ്ങനെ അവരുടെ ജീവിതം അവർ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച് എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളോടുള്ള ജെനുവിനിറ്റി എത്രയുണ്ട് എന്നുള്ളത് ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ ഈ കേസിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഹോമിറ്റ് ഒരാക്ഷൻ എടുക്കാതെ മിണ്ടാതിരിക്കുന്നതായിട്ടാണ്. കാരണം നിങ്ങളോട് സ്നേഹമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അവിടെ ആക്ഷൻ ഒന്നും എടുക്കാൻ ഇവർ ഇപ്പോൾ തയ്യാറല്ല. കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർക്ക് പറയത്തക്ക പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ എടുപിടിയെന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്ത് വരാനൊന്നും ഇവർക്ക് സാധിക്കില്ല. അവിടെ വിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ക്ലാരിഫൈ 8 of swords. Clarify 8 of swords. Clarify 8 of swords. Clarify 8 of swords. ഈ തേർഡ് പാർട്ടിയുടെ റീഡിങ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അജിറ്റേഷനാണ്. എനിക്ക് തന്നെ ഭയങ്കര അജിറ്റേഷൻ തോന്നാറുണ്ട്. 5 of swords, 10 of swords. എല്ലാം സ്വാർട്സ് ആണല്ലോ. സ്ട്രെസ് എടുത്ത് നിൽക്കുന്നതായിട്ടും ആ റിലേഷനിൽ അവരൊട്ടും ഹാപ്പി അല്ല. എല്ലാ കാര്യങ്ങൾക്കും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിന്ന് മൂവ് അവേ ചെയ്ത് പോകണം, അവിടെ നിന്ന് അവരെ വിട്ട് ദൂരേക്ക് പോകണം എന്നുള്ള ചിന്ത തന്നെയാണ് അവർക്ക്. അവിടെ രണ്ടുപേരും തന്നെ, അതായത് തേർഡ് പാർട്ടിയും ആ റിലേഷനിൽ ഹാപ്പി അല്ല, നിങ്ങളുടെ പേഴ്സണും ഹാപ്പി അല്ല എന്നുള്ള രീതി തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. രണ്ടുപേരും തന്നെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, സ്ട്രെസ് ഫീൽ ചെയ്യുന്നു എന്നുള്ള സിറ്റുവേഷനാണ്. എൻ്റെ വ്യൂവേഴ്സിനുള്ള നെക്സ്റ്റ് ആക്ഷൻ ഒരു ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് മൂവ് അവേ ചെയ്ത് അവർ മ്യൂച്വലായിട്ട് തന്നെ എന്താ പറയുക, പിരിയാമെന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കും. അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനവുമായിട്ട് പ്രോപ്പറായിട്ട് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുഞ്ഞ് റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ റീഡിങ്. നമ്മുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കിയിട്ട് 2-3 ആഴ്ചയായി, അതുകൊണ്ടാണ് ഇന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഓവറായിട്ട് എക്സൈറ്റഡ് ആവുകയോ ഓവറായിട്ട് സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല എന്ന് എപ്പോഴും ഓർക്കണം. ഓക്കെ, അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്തു തരണേ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.